ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിൻ്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൂ ടേക്സ് റെസ്പോൺസിബിലിറ്റി വെൻ എ ഷിപ്പ് സിങ്സ്. അതായത് കേരള തീരത്ത് 2 ഷിപ്പ് റിലേറ്റഡ് ആക്സിഡൻറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് വാൻഹായ് എന്ന് പറയുന്ന സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ഷിപ്പ് ബേപ്പൂർ കോസ്റ്റിൽ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൊച്ചി തീരത്ത് എൽസ 3 എന്ന് പറയുന്ന ലൈബീരിയൻ കണ്ടെയ്നർ ഷിപ്പ് മുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, അതിനൊക്കെ തന്നെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, വൈ ഹാസ് ദ ആക്സിയം 4 മിഷൻ ബീൻ ഡിലൈഡ്. ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ് ഷിപ്പാണ്. സോ അതിനകത്തൊരു ഇന്ത്യക്കാരനുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു മിഷൻ ഡിലേ ചെയ്യുന്നത്, ആ മിഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ആർട്ടിക്കിളിൽ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഹൗ ഷുഡ് സെക്ഷൽ അബ്യൂസ് സർവൈവേഴ്സ് ബി ട്രീറ്റഡ്. അതായത് സെക്ഷൽ അസോൾട്ട് സർവൈവേഴ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്, അവരുടെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോർട്ടും അതേ കണക്ക് തന്നെ ജസ്റ്റിസ് സ്വർണ്ണകാന്ത് ശർമ്മ കമ്മിറ്റിയും ഒക്കെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഗൈഡ് ലൈൻസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമുക്ക് ആ ഒരു എഡിറ്റോറിയലിൽ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, അരുണാചൽ ഡിക്ലെയർസ് 2025-35 വാസ് ഡെക്കേഡ് ഓഫ് ഹൈഡ്രോ പവർ. അപ്പോൾ അരുണാചൽ CM 2025-35 അവരുടെ ഡെക്കേഡ് ഓഫ് ഹൈഡ്രോ പവർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ അരുണാചലിൻ്റെ ഫിസിയോഗ്രഫി എങ്ങനെയാണ്, ഈ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ അവരുടെ എക്കോണമിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ന്യൂസിൽ നോക്കുന്നത്. നെക്സ്റ്റ്, ന്യൂ ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ഫൗണ്ട് ഇൻ സദേൺ ഇന്ത്യ. അതായത് പുതിയ തരത്തിലുള്ള ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കർണാടകയിലാണ്. ആ ഒരു ജമ്പിങ് സ്പൈഡർ സ്പീഷീസിൻ്റെ പെക്യുലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിൽ നോക്കുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ന്യൂസ്, ഹൂ ടേക്സ് റെസ്പോൺസിബിലിറ്റി വെൻ എ ഷിപ്പ് സിങ്സ്. അതായത് MV വാൻഹായ് 503 എന്ന് പറയുന്ന സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ഷിപ്പ് ഈ പറഞ്ഞ ബേപ്പൂർ കോസ്റ്റിൽ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൊച്ചി തീരത്ത് ലൈബീരിയൻ കണ്ടെയ്നർ ഷിപ്പായിട്ടുള്ള എൽസ 3 മുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നടക്കുന്നത് കേരളത്തിന്റെ തീരത്താണ്. സോ ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഡാമേജ് വളരെയധികം വലുതാണ്. ഈ 2 ഇൻസിഡൻസ് നമുക്ക് കാണിക്കുന്നത് എക്കോളജിക്കൽ ആൻഡ് സേഫ്റ്റി കൺസേൺസ്, മർച്ചന്റ് ഷിപ്പിങ്ങിലുള്ള എക്കോളജിക്കൽ ആൻഡ് സേഫ്റ്റി കൺസേൺസ് ആണ് ഈ 2 ഇൻസിഡൻസും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്താണ്, അവരാണ് ഈ പറയുന്ന സീമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും അതിൻ്റെ മെമ്പർ സ്റ്റേറ്റിനായിട്ടുള്ള ലെജിസ്ലേഷൻസും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലയബിലിറ്റി മെക്കാനിസംസ്, കാർഗോ, എൻവയോൺമെന്റൽ ഡാമേജ്, റെക്ക് റിമൂവൽ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ലയബിലിറ്റി മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആണ്. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ UN ഏജൻസിയാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അതായത് ഷിപ്പിംഗ് സേഫ്റ്റിയും മറൈൻ പൊല്യൂഷനും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഗ്ലോബൽ മാരിടൈം റെഗുലേഷൻസ് സെറ്റ് ചെയ്യുക, അത് മെമ്പർ കൺട്രീസിനെ കൊണ്ട് എൻഫോഴ്സ് ചെയ്യുക എന്നൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. 174 മെമ്പർ സ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ലണ്ടനിലാണ്. ഇത് ഫോം ചെയ്തേക്കുന്നത് 1948 ദെൻ നൈറോബി കൺവെൻഷൻ 2007 ഈ പറഞ്ഞ നൈറോബി കൺവെൻഷൻ വരുന്നത്. റെക്ക് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നൈറോബി കൺവെൻഷൻ ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഹസാഡസ് ആയിട്ടുള്ള ഷിപ്പ് റെക്സിനെ റിമൂവ് ചെയ്യാനുള്ള റൂളും കാര്യങ്ങളുമാണ് ഈ പറയുന്ന നൈറോബി കൺവെൻഷനിൽ നമ്മൾ പറയുന്നത്. ഇത് കൂടുതലും അപ്ലൈ ആവുന്നത് ടെറിട്ടോറിയൽ സീസിലാണ്. അതേ കണക്ക് തന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലും ഇത് ഓപ്ഷണൽ എന്ന രീതിയിൽ അപ്ലൈ ആവുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടേഴ്സും ടെറിട്ടോറിയൽ സീയും തമ്മിലുള്ള ഡിഫറൻസ്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള മാരിടൈം സോണിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയാം. ബട്ട് ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് ഒരു നേഷന്റെ സോവറിനിറ്റിയിലുള്ള ഓഷൻ പോർഷനെയാണ് നമ്മൾ, ആ ഓഷന്റെ ബേസിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ സീ എന്ന് പറയുക. ഇത് അഡോപ്റ്റ് ചെയ്യുന്ന 2007 2015 തൊട്ട് നൈറോബി കൺവെൻഷൻ ഫോഴ്സ് ആയിട്ടുണ്ട്. ദെൻ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ, സൊലാസ് കൺവെൻഷൻ. ഇത് ഷിപ്പ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മെയിൻ ട്രീറ്റി ആയിരുന്നു. അതായത് ഷിപ്പ് ഡിസൈന്, എക്വിപ്മെൻറ്റ്, അതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. 1914 ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ടൈറ്റാനിക്കിൻ്റെ മുങ്ങലുമായിട്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. റെഗുലർലി ഈ പറഞ്ഞ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഗവേണൻസിലും എൻവയോൺമെന്റിലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റോൾ ഓഫ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻസ്, ഇംപ്ലിമെന്റേഷൻ ബൈ DG ഷിപ്പിംഗ് ഇൻ ഇന്ത്യ, എക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് മാരിടൈം ആക്സിഡന്റ് ആൻഡ് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ, നീഡ് ഫോർ പോളിസി സ്ട്രെങ്തനിങ് തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ആർട്ടിക്കിൾ, വൈ ഹാസ് ആക്സിയം 4 മിഷൻ ബീൻ ഡിലേഡ്? അതായത് ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ് ഷിപ്പായിരുന്നു. സോ ആ ഒരു മിഷൻ ഡിലേ ആയിട്ടുണ്ട്. അതിൻ്റെ പിന്നുള്ള റീസൺസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യക്കും ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മിഷനാണ്. കാരണം ഇസ്രോ ഇതിൽ കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ പൈലറ്റും ഈ ഒരു ടീമിലും ഉണ്ട്. സോ ആക്സിയം 4 മിഷൻ ഡിലേ ആയിരിക്കുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ലിക്വിഡ് ഓക്സിജൻ ലീക്കേജ് ആണ്. അതായത് സ്പേസ് എക്സ് റോക്കറ്റിലുള്ള ലിക്വിഡ് ഓക്സിജൻ്റെ ലീക്കേജും കാര്യങ്ങളും കൊണ്ടാണ് ഈ പറയുന്ന ആക്സിയം 4 മിഷൻ ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ പൈലറ്റായ സുഭാംശു ശുക്ല ഈ ഒരു ടീമിലുണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഇന്ത്യൻ എന്നുള്ള രീതിയിൽ 40 വർഷത്തിന് ശേഷം അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടെക്നിക്കൽ വൾണറബിലിറ്റീസ് ഈ പറഞ്ഞ ഇസ്രോയുടെ ആയാലും നാസയുടെ ആയാലും ഒക്കെ ഒരു കൊലാബറേഷനെ തന്നെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കൽ വൾണറബിലിറ്റിയാണ് ഈ ഒരു മിഷനെ ഇത്രത്തോളം ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ന്യൂസിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ആക്സിയം 4 മിഷൻ. ആക്സിയം 4 മിഷൻ എന്ന് പറഞ്ഞാൽ സ്പേസ് എക്സും ഇസ്രോയും കൂടെ ചേർന്നിട്ടുള്ള മിഷനായിരുന്നു. അതായത് ഒരു ജോയിന്റ് മിഷനാണ്. ഇസ്രോ, നാസ, സ്പേസ് എക്സ് ആൻഡ് ആക്സിയം സ്പേസ് ഇവരുടെ ഒരു ജോയിന്റ് പാർട്ണർഷിപ്പാണ് ഈ ഒരു മിഷൻ എന്നുള്ളത്. ഇന്ത്യൻ ആസ്ട്രോണട്ടായ സുഭാംശു ശുക്ലയാണ് ഇതിൻ്റെ പൈലറ്റായിട്ടുള്ളത്. സോ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 19, 2025 ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 14 ഡേയ്സ് ആയിരിക്കും അവരുണ്ടാകുക. ഇതൊരു ഇന്റർനാഷണൽ ക്രൂ ആണ്. ഓക്കെ, ദെൻ എന്താണ് ഈ പറയുന്നത് ലിക്വിഡ് ഓക്സിജൻ ലീക്ക്? ലിക്വിഡ് ഓക്സിജൻ ലീക്ക് ഫാൽക്കൺ 9 റോക്കറ്റിൽ ഉണ്ടായിരുന്നു. സോ അത് കാരണമാണ് ഈ ഒരു ലോഞ്ചും കാര്യങ്ങളും ഒക്കെ ഇത്രത്തോളം ഡിലേ ആയിട്ടുള്ളത്. നൗ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. സോ ലോഞ്ച് റീസ്കെഡ്യൂൾ ചെയ്തേക്കുന്നതാണ് ഈ പറഞ്ഞ ജൂൺ 19, 2025 ആൻഡ് കൊമേഴ്ഷ്യൽ സ്പേസ് ഫ്ലൈറ്റ് ആൻഡ് ഇന്റർനാഷണൽ കോപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇസ്രോ, നാസ, റോസ്മോസ് ആൻഡ് സ്പേസ് എക്സ് തുടങ്ങിയ ഇവ എല്ലാവരും കൂടെ ഒരുമിച്ച് ടുഗദർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇഷ്യൂ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതും അതിനകത്ത് വർക്ക് ചെയ്തതും ഒക്കെ. സോ ഒരു ജോയിന്റ് പ്രോബ്ലം സോൾവിങ് എന്ന രീതിയിലാണ് ഈ ഇത്രയും രാജ്യങ്ങളും അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യലും അതേപോലെ ഗ്ലോബൽ സ്പേസ് പാർട്ണർഷിപ്പും എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ രാജ്യങ്ങളുടെ ഒരു കോപ്പറേഷൻ വെച്ച് എത്രത്തോളം ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ഈ ഒരു ആക്സിയം 4 മിഷൻ ഡിലേ നമുക്ക് മുന്നിൽ കാണിച്ചിരുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇസ്രോയുടെ കൊലാബറേഷൻ വിത്ത് ആക്സിയം, നാസാസ് ഗ്രോയിങ് റോൾ ഓഫ് കൊമേഴ്ഷ്യൽ സ്പേസ് കമ്പനീസ് ഇൻ സ്പേസ് ഡിപ്ലോമസി, technical vulnerabilities, operation complexities of space missions and their implication for space policy, precautions and safety mechanism in space operation to avoid accidents and mitigate potential debris or environmental harm തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോവാം. ഹൗ ഷുഡ് സെക്ഷൽ അബ്യൂസ് സർവൈവേഴ്സ് ബി ട്രീറ്റഡ്? അതായത് സെക്ഷൽ അസോൾട്ട് സർവൈവേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആയിരുന്നു ഇത്. കാരണം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റിലേറ്റ് ചെയ്ത കാര്യങ്ങളുമായിട്ട് ഡൽഹി ഹൈക്കോർട്ട് കുറച്ച് ഗൈഡ് ലൈൻസും അതേ കണക്ക് തന്നെ ജസ്റ്റിസ് സോനകാന്ത് ശർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ കാണാൻ സാധിക്കുന്നത്. സോ ഡൽഹി ഹൈക്കോർട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസോ അതിനൊക്കെ റിജിഡ് ഫോർമാലിറ്റീസോ ഒന്നും തന്നെ ഈ പറയുന്ന സെക്ഷൽ അസോൾട്ട് സർവൈവേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഡിലേയും ഹോസ്പിറ്റൽസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോർട്ട് എടുത്തു പറയുന്നുണ്ട്. അതേപോലെ പോലീസ്, CWC അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ്, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ ബോർഡ് ഇവരെല്ലാവരും കൊണ്ട് കൊലാബറേറ്റ് ചെയ്ത് ഈ പറയുന്ന സർവൈവർ സെൻട്രിക് കെയർ അതേണക്ക് തന്നെ അതിന് ആ ഒരു കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സിന് ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. അതിൻ്റെ രീതിയിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് മാറ്റണം എന്ന കാര്യം ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോർട്ട് കൺസെൻറ്റ്, ഡിഗ്നിറ്റി അതേണക്ക് തന്നെ പോക്സോ, MTP ആക്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള വേഗ്നെസ് ഒഴിവാക്കിയ തരത്തിലാണ് ഈ പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീ ടേംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP ആക്ട്. 20 വീക്സ് വരെ ഉള്ള ടെർമിനേഷൻ ആണെങ്കിൽ ഒരു ഡോക്ടറുടെ അപ്രൂവൽ മാത്രം മതി. അത് 20 to 24 വീക്സിലേക്കുള്ള അബോർഷനും മറ്റും കാര്യങ്ങളാണെങ്കിൽ
2 ഡോക്ടേഴ്സിൻ്റെ അപ്രൂവൽ വേണം. അത് സ്പെഷ്യൽ കാറ്റഗറീസിലായിരിക്കും അത് പെർമിറ്റ് ചെയ്യുക. 24 വീക്സിന് ശേഷമാണെങ്കിൽ ഫീറ്റലിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടെർമിനേഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അവിടെ വേണ്ടത് മെഡിക്കൽ ബോർഡിൻ്റെ അപ്രൂവലാണ്. ദെൻ പോക്സോ ആക്ട് വളരെയധികം ജനറൽ ന്യൂട്രലായിട്ട് വന്നിട്ടുള്ള ഒരു ലോ ആയിരുന്നു ഈ പറയുന്ന പോക്സോ. പോക്സോ എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സെക്ഷൽ ഒഫൻസുകളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോക്സോ ആക്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാൻഡേറ്ററി ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇതിൽ ആവശ്യം എടുത്തു പറയുന്നുണ്ട്. അതേണക്ക് തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പ്രൊസീജിയേഴ്സും ഒക്കെ ആയിരിക്കും ഈ പോക്സോ ആക്ട് പറയുന്നത്. ദെൻ ഡൽഹി ഹൈക്കോടതിന്റെ ഗൈഡ് ലൈൻസ്, അതായത് റേപ്പ് സർവൈവേഴ്സ് മെഡിക്കൽ കെയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഡൽഹി ഹൈക്കോടതി ഗൈഡ് ലൈൻസിൽ എടുത്തു പറയുന്നതാണ്. അതേണക്ക് തന്നെ പോലീസിന്റെ റിക്വസിഷൻ അവിടെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. സർവൈവേഴ്സിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയും ഡിഗ്നിറ്റിയും പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നാലും അതേണക്ക് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നാലും ഉള്ള അപ്രോച്ച്. സോ ട്രീറ്റ്മെന്റ് ഒരിക്കലും ഡിനേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 അതേണക്ക് തന്നെ ഗവേണൻസ്, വൾനറബിലിറ്റി സെക്ഷൻ, ഹെൽത്ത് തുടങ്ങിയ തീമുകളിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, അരുണാചൽ ഡിക്ലെയർസ് 2025-35 ആസ് ഡെക്കേഡ് ഓഫ് ഹൈഡ്രോ പവർ. അതായത് അരുണാചൽ CM അവർ ഡെക്കേഡ് ഓഫ് ഹൈഡ്രോ പവർ ആയിട്ട് 2025-35 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ അരുണാചലിൻ്റെ ഫിസിയോഗ്രഫിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ പറയുന്ന ഹൈഡ്രോ പവർ എന്നുള്ളത് അത്രയും സബ്സ്റ്റാൻഷ്യൽ റവന്യൂ ഈ പറയുന്ന അരുണാചൽ എന്ന സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ സസ്റ്റൈനബിൾ ഗ്രോത്തിനെയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയും വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുമായിട്ട് വളരെയധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതുമായിട്ട് മുന്നോട്ട് പോകാനും അരുണാചൽ പ്രദേശ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ന്യൂസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പോളിസി ആൻഡ് ഫ്രീ പവർ ഇൻസെൻറ്റീവ്സ്, നോ മാൻഡേറ്ററി ഫ്രീ പവർ ഫോർ ന്യൂ പ്രോജക്റ്റ്. അതേണക്ക് തന്നെ വേവർ ഓഫ് ഇൻഡസ്ട്രി ട്രാൻസ്മിഷൻ സർവീസസ്, സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് ഫോർ ജമ്മു കാശ്മീർ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസിയിൽ കവർ ചെയ്യുന്നത്. ദെൻ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ്, സിയാങ് പ്രോജക്റ്റ് അരുണാചൽ പ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് സിയാങ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറിയാണ്. അതേണക്ക് ഇത് കൈലാഷ് മൗണ്ടനിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിനും കാര്യങ്ങളും ഒക്കെ. സോ ഈ ഒരു മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രോ പവർ ജനറേഷനും അതേണക്ക് തന്നെ ഫ്ലഡ് കൺട്രോളും എന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് അരുണാചലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. കാരണം ഇത് ചൈനയുടെ പല അപ്സ്ട്രീം റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലപ്പോഴും ഫ്ലഡ് കണ്ടീഷൻസ് വരാറുണ്ട്. സോ ആ ഒരു ഡൗൺ സ്ട്രീമിനെ നമ്മൾ ആ ഒരു റിസ്ക് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ വാട്ടർ സെക്യൂരിറ്റിക്കായാലും സ്ട്രാറ്റജിക്കായാലും ഈ പറഞ്ഞ സിയാങ് പ്രോജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രാ അക്കൗണ്ട് ഫോർ പവർ റവന്യൂ, അതായത് ലെൻഡേഴ്സിനും ഡെവലപ്പേഴ്സിനും ഒക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രയോറിറ്റി പേയ്മെൻറ്റ്സ് ഉണ്ട്. ഈ പ്രോജക്റ്റിൽ വളരെയധികം ലോവർ ഫൈനാൻഷ്യൽ റിസ്ക്കുമാണ് ഉള്ളത്. ദെൻ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എൻവയോൺമെൻറ്റ്, സെക്യൂരിറ്റി, ഗവേണൻസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സസ്റ്റൈനബിൾ പോളിസി ഫ്രെയിംവർക്ക് ഫോർ പവർ ജനറേഷൻ, ഫൈനാൻഷ്യൽ മെക്കാനിസം ഫോർ സ്റ്റേറ്റ് റവന്യൂ യൂട്ടിലൈസേഷൻ, പോളിസി ഡയലോഗ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് PAF, hydroelectric projects role in energy security, developmental impacts, controversy over displacement, international dimensions, then large infrastructure policy incentives and mechanism for equitable and sustainable resettlement തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ന്യൂ ജമ്പിംഗ് സ്പൈഡർ സ്പീഷീസ് ഫൗണ്ട് ഇൻ സതേൺ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ജമ്പിംഗ് സ്പൈഡർ സ്പീഷീസ് കണ്ടെത്തുന്നത്. അത് കർണാടക റീജിയനിലാണ്. സ്പെറ്റീഷ്യസ് കാറ്റഗറി എന്നുള്ള ഈ ഒരു സ്പീഷീസ് നമ്മൾ ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പെക്യുലാരിറ്റീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു ന്യൂ സ്പീഷീസിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത് അത്രത്തോളം ഇന്ത്യക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അത് ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി കൗണ്ടിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യുണീക്ക് ഫ്രജൈൽ ഹാബിറ്റാറ്റ്സിനെയും ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ കൺസർവേഷൻ പ്രയോറിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇനി ഇന്ത്യ ഡീൽ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. സോ ഇതിന് മുന്നേ ഇത് ആഫ്രിക്കൻ റീജിയൻസിലായിരുന്നു കൂടുതലും കാണാറുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു റേഞ്ച് എക്സ്പാൻഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ ഇത് എത്രത്തോളം ലോക്കൽ സ്പീഷീസിൻ്റെ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. നേറ്റീവ് സ്പീഷീസിന് ഇത് എന്തെങ്കിലും ത്രെട്ടൻസും കാര്യങ്ങളും ഇത് ഉണ്ടാക്കുമോ എന്നുള്ളതും നമുക്ക് ഇപ്പോൾ ഡൗട്ട്ഫുൾ ആണ്.
അതേ കണക്ക് തന്നെ എക്കോസിസ്റ്റത്തിന്റെ ഫങ്ഷൻസിനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും റിസർച്ച് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഡിസ്കവറി ഓഫ് ന്യൂ സ്പീഷീസ്, റേഞ്ച് എക്സ്പാൻഷൻ, സിഗ്നിഫിക്കൻസ് ഫോർ കൺസേർവിംഗ് ഇന്ത്യസ് റിച്ച് ആൻഡ് അക്വ ഡൈവേഴ്സിറ്റി, ടാക്സോണമിക് റിവിഷൻ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് സ്പീഷീസ് റിലേഷൻഷിപ്പ് ആൻഡ് കൺസേർവിംഗ് ഹാബിറ്ററ്റ്സ് തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. സോ ഇന്ന് നമ്മൾ പൊളിറ്റി, IR, എക്കോണമി, സയൻസ് ആൻഡ് ടെക് തുടങ്ങിയ മേഖലയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നാളെ നമുക്ക് മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.